ചെറിയ രീതിയിൽ മഴ ചാറുന്നുണ്ട് നമ്മുടെ ഇവിടെ. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഇവിടെ ഉണ്ടല്ലോ ഒരു സംഭവം ഇങ്ങനെ ചാടിക്കിടക്കുക. അപ്പം നഷ്ടപ്പെടുത്തി കളയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനൊരു സംഭവം റെഡിയാക്കണ കാണിച്ചു തരാം കേട്ടോ. വേറൊന്നുമല്ല, കണ്ടോ നമ്മുടെ ഈ മഴക്കാറും കൊണ്ടും ചെറിയൊരു ചൂടും കൊണ്ടൊക്കെയാണ് തോന്നുന്നു മുഴുത്ത മാങ്ങ മുഴുവൻ ഇതുപോലെ ചാടി പോവുകയാണ്. അപ്പോൾ ഒരുപാട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെറുക്കി കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സംഭവമൊക്കെ ചെയ്തായിരുന്നു. ഇന്നിപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. കളയണ്ട നമുക്കിതൊക്കെ എത്ര വലിപ്പം കൂടിയതാന്ന് നോക്കിക്കേ. മൊത്തം പോലെ നമ്മുടെ പെറുക്കിയെടുത്ത മാങ്ങ അതാ നമുക്കൊന്ന് നന്നായിട്ട് കഴുകി 3-4 പ്രാവശ്യം കഴുകിയെടുക്കാം കേട്ടോ. ഇന്ന് ഒരു സംഭവം ഉണ്ടാക്കാൻ പോകട്ടോ. എന്താണെന്നൊക്കെ കാണിച്ചു തരാം. ഇതാ നമ്മുടെ മാങ്ങ എടുത്തു. അപ്പോൾ അത് നമ്മൾ പറക്കിക്കൊണ്ട് വന്ന മാങ്ങ ഇത്രയുണ്ട്. ആ മാങ്ങ നമുക്ക് എന്നെ ചെയ്യാൻ പോലെ കാണിച്ചു തരാം കേട്ടോ. ഈ മാങ്ങ ഇങ്ങനെ നടുവെ ഞാൻ തുടച്ച് കഴുകി തുടച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തുള്ള ഈ അതിൻ്റെ മാങ്ങേൻ്റെ എടുത്ത് മാറ്റണം. എന്നിട്ട് ഇങ്ങനെ 4ആയിട്ട് നമുക്ക് കീറി ഇടാം കേട്ടോ. അത് മാങ്ങയുടെ ഉള്ളിലിരിക്കുന്നത് അതോ അത് തിന്നാൻ കൊള്ളത്തില്ല. നമുക്ക് ഞെട്ടോടുകൂടി തന്നെ കേട്ടോ ഞാൻ അരിയണത്. ഞെട്ട് കളയുന്നില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ശോഭയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമുക്കങ്ങനെ എന്താ ഇതുപോലെ കേട്ടോ. ചെറിയതുമുണ്ട് കണ്ടോ. കളഞ്ഞ് അങ്ങനെ നമുക്ക് ഇട്ട് വയ്ക്കാം. അതിനുശേഷം ഉപ്പും നമ്മുടെ പച്ചമുളകും ഉപ്പും കൂടി അരിഞ്ഞ് നല്ല ചില്ലുപ്പിയിൽ നമുക്ക് ഇട്ട് വെക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇടയ്ക്കൊക്കെ എടുത്തൊന്ന് കഴിക്കാനൊക്കെ നല്ല ചുമ്മാ വെറുതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതില്ലേ കണ്ണിമാങ്ങ, അതായത് ഇപ്പം നമ്മൾ പറക്കിക്കൊണ്ടുവന്ന മാങ്ങ തന്നെയാണ് ഞാനെന്നാ നമ്മുടെ ചാടിപ്പോന്ന് 1-2 ദിവസം ചാടി മാങ്ങ പറിച്ച് ഉപ്പിലിട്ടായിരുന്നു അച്ചാറിട്ട് വെച്ചതാട്ടോ. കണ്ണിമാങ്ങ അച്ചാർ. അപ്പം നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് വേണ്ടി ചോദിക്കണം ഒന്നിട്ട് കഴിഞ്ഞ ആഴ്ച വെച്ച് മാങ്ങ അമ്മ എനിക്കൊന്ന് എടുത്തു തരാൻ പറഞ്ഞോണ്ട്. അപ്പം ഞാൻ അതിലൊരു ചെറിയ മാങ്ങ ചെറുതെങ്ങനെയുണ്ട് ഞാൻ നോക്കട്ടെ കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി കേട്ടോ. ഇത് ഓർമ്മ നോക്കുവായിരുന്നു പറഞ്ഞു. അപ്പോൾ അവൾക്ക് തിന്നാൻ കൊടുക്കണേ. നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് പറ. തിന്നിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. പുളി ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടോ? പാകത്തിനാണോ? എരിവൊന്നുമില്ല. അപ്പം സൂപ്പറാണോ? അടിപൊളിയാണോ? ഓക്കെ. നമുക്ക് കൊച്ചു പറഞ്ഞു നല്ലതാണ്, അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ചവരല്ല. കണ്ണിമാങ്ങയൊക്കെ നന്നായിട്ട് ചുങ്ങി വന്ന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മരത്തിന്ന് താഴെ ചേർന്ന ചെറിയ മാങ്ങകളൊന്നും കളയാതെ ഇതുപോലെ പറക്കി എടുത്ത് സൂക്ഷിച്ച് നല്ല ടൈറ്റിൽ അടച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്തൊക്കെ ഒരു തൊട്ടുകറിയായിട്ടൊക്കെ കൂട്ടാൻ പറ്റും കേട്ടോ. അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നിപ്പം ചാടിയേക്കണത് കണ്ടോ. എല്ലാം ഇത്രയും വലിപ്പം വെച്ചത് അടിക്കണേ. അപ്പോൾ അതുകൊണ്ട് വേറൊരു പരിപാടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കൊണ്ടുവന്ന് വെക്കട്ടെ. ഓക്കെ, താങ്ക് യു. നമ്മുടെ മാങ്ങ നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. കൊണ്ടുവന്ന മാങ്ങ റെഡി ആയിട്ട് തുടങ്ങി. അതെന്താ ചെയ്യാൻ തുടങ്ങി വെറുതെ നശിപ്പിച്ച് കളയേണ്ടത്. ഇതാ മാങ്ങ ഇതുപോലെ നമ്മൾ നല്ല രീതിക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് വേണ്ടത് മുളക്, പിന്നെ കല്ലുപ്പ് ഇതിലേക്കിടാം. കൊച്ചാട്ടോ, ഞാൻ എന്ത് കാര്യം എടുത്താലും ഓടി വരും ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി ഇടാം. ഓക്കെ. നമുക്ക് കുറച്ച് ഉപ്പ് കല്ലും കൂടി ഇട്ട് അതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കി കുപ്പിക്കകത്തിട്ട് ഇട്ട് വെച്ചാണ്ടല്ലോ. മറിക്കി മോൻ്റെ കൈ എരിയും. എങ്ങനെയാണോ അതെരിയും. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇതുപോലെ നന്നായിട്ട് ഈ
അത് വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. വെള്ളം താനെ ഇറങ്ങി വന്നോളും. കാന്താരി മുളക് ഇടുന്നവർക്ക് അങ്ങനെ ഇടാം. ഇതിപ്പോൾ പച്ചമുളകും ഉപ്പും എല്ലാം കൂടി കേട്ടോ നമ്മൾ ഈ തിരുമ്മി വെച്ചേക്കുന്നത്. ഇനി അതൊരു ചില്ലുകുപ്പിയിലേക്ക് നമുക്കിത് പിന്നീട് മാറ്റാം. ഇനി അടുത്തത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തീരെ ചെറിയതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഉപ്പ് പൊടിയാണ്. ഫുൾ ഇട്ടോ, മൊത്തം ഇട്ടോ. ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ നല്ല അടിപൊളി അച്ചാറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് തുടരുത് കേട്ടോ. മുളക് പൊടിയാണേ. അത് വേണ്ട, മോനെ ഇളക്കില്ല. നല്ല രീതിയിൽ ഇളക്കി നമുക്ക് എടുക്കാം കേട്ടോ. നല്ല രീതിയിൽ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ നമുക്കിതിനകത്ത് കുറച്ച് ദിവസം കഴിയും കടുക് പൊട്ടിച്ചിടും, കാന്താരി മുളകും അതുപോലെ തന്നെ എന്താ പറയണേ കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയിട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് അതിനകത്ത് വേണമെങ്കിൽ ഇടാം. അതല്ലാതെ ഇങ്ങനെ തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ അതിനകത്തേക്ക് ഊറി വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ല ഇതായി വന്നോളും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും.